നിർത്തിവെക്കാൻ പറ്റില്ല. കാരണം ഔലിയാക്കൾ അർവാക്കള് വടകര മുഹമ്മദ് ഹാജി ഖദ്ദസല്ലാഹു സിർറൽ അസീസ്, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അന്തറുപ്പാപ്പ, എത്ര ഔലിയാക്കൾ ഉണ്ടായ സംഭവമാണ്. ഈ മഹാന്മാരെ കൂടെ ഉണ്ടായതല്ലേ. അവർ റൂഹുകൾ ഞങ്ങളെ കൂടെ ഇല്ലേ? എത്രയെല്ലാം ബുദ്ധിമുട്ടിച്ച് മലപ്പുറത്ത് കാല് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നിട്ടല്ലേ കോട്ടക്കല്ല് 10 ലക്ഷം ജനങ്ങളെ നെഞ്ഞത്ത് കാല് വെച്ച് സമ്മേളനം നടത്തി കോട്ടക്കല്ലിന്റെ ഉള്ളിൽ. ഇന്ന് മലപ്പുറത്ത് എത്ര പള്ളികൾ ഉസ്താദ് അടുപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ മനസ്സിൽ ഒരു വിഷമില്ല. എല്ലാരും ഒക്കെ എടുത്ത് നടന്ന് അവരെ കൂടെ പണിയെടുക്കണം. എന്നോട് പറയൂ, നിങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനല്ലേ, എല്ലാരും ഒക്കെ കൂടെ നടത്തൂടെ? ഞാൻ പറഞ്ഞ ആരെയും ഒക്കെ കൂട്ടണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ എതിർക്കുന്നവനെയാ, വൈദിശയ്ക്ക് തങ്ങളെ എതിർക്കുന്നവനെയാ. നിങ്ങൾക്ക് വോട്ട് കുറഞ്ഞോ? ഞാൻ പറഞ്ഞു എന്റെ കസാല പോയാലും ചിന്തയില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ലക്ഷ്യം വിട്ട് ഞങ്ങൾ ഒരു കാലത്തും രാഷ്ട്രീയം ചെയ്യാൻ തയ്യാറില്ല. ഇന്ന് അൽഹംദുലില്ലാഹ് സുൽത്താനുൽ ഉലമന്റെ കൂടെ ജനങ്ങളുമുണ്ട്, ഉംറാക്കളുണ്ട്, ഗൾഫ് രാഷ്ട്രങ്ങള് എവിടെയല്ല. ഇപ്പൊ സൗദി, UAE, ഒരു തുർക്കിയില് സൂഫി കോൺഫറൻസ് ഉസ്താദ് പോയിരുന്നു ഉദ്ഘാടനത്തിന്. ഇപ്പൊ വഹാബിയെല്ലാം സൂഫിയാൻ തുടങ്ങിയത് മാറിയവിടെ ഓർക്ക് തുടങ്ങിയവിടെ ഇവരാണ് ബാബു വെക്കുന്നത്. സൂഫി എന്ന് പറഞ്ഞാൽ വളരെ നല്ല സമാധാനം, ബഹുത് അച്ഛാ ആന ഹസൽ ഫസല് ഫസല് സൂഫി തസവുഫ്. അറബികൾക്കും കൂടി ചൂടുവെള്ളം തട്ടാൻ തുടങ്ങിയത് ഇപ്പാണ്. അവിടെ ഇത് വളർത്തിയത് ശരിയായിട്ടില്ല. ഇന്ന് മക്കത്ത് മൗലൂദുണ്ട്, മദീനത്ത് മൗലൂദുണ്ട്, UAE-യില് മൗലൂദുണ്ട്. UAE-ന്റെ രാജാവ് ഇവിടെ നമ്മൾ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഖുർആൻ വായിച്ചാൽ ശിർക്ക്. ഷേഖ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ച അന്ന് മുതൽ ഇന്ന് വരെ 4 ആള് തുടർച്ചയായിട്ട് ഖുർആൻ ഓതുന്നുണ്ട്. ഞാൻ വാബിനോട് ചോദിച്ചു, നീ പോയി പറയോ നമുക്ക് ഇത് ശിർക്കാന്ന് പറഞ്ഞ അന്നേരം അടിക്ക് ഹുറൂജ്. ഇയാളും വന്നിട്ട് അവിടെ ഫാത്തിഹ, ഇയാളും കൈവന്നിക്കാണ്. ഈ ഫാത്തിഹ വിളിക്കില്ല. മടവൂർ ഷേഖിന്റെ മുഖാമിൽ ഫാത്തിഹ വിളിക്കുന്ന ശിർക്ക്. ഷേഖ് സാഹിബിന്റെ ഖബറിന് മുമ്പിൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ കൈവന്നിക്കുന്നുണ്ടല്ലോ. അന്നേരം എന്ത് ചെയ്യാനും വയറല്ലേ കഞ്ഞിന്റെ ഉള്ളിൽ മുമ്പ്. ദുനിയാവിനോട് ഹുബുള്ള ആൾക്കാരോട് ആഖിറത്ത് പറഞ്ഞാൽ തലക്ക് പോവില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നത് ആഖിറത്തിലാണ്. 70 കൊല്ലത്തിന്റെ ജീവിതം പറയും വലിയ മുതലാളിയാണ്. ഇന്ന് പറക്കാൻ പ്ലെയിൻ ഉണ്ട്, ബെൻസ് കാറുണ്ട്. മോനോട് ചോദിച്ചു, മോനെ റൂഹ് ഉള്ളവരെ നീ ഇതിൽ പോ, റൂഹ് പോയാലും ഒരു വാഹനം ഉണ്ട്, അത് അമേരിക്കയിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്തിരുന്നു. അതുപോലെ ഏതാ അത് വാഹനം? പള്ളിയിലുള്ള കട്ടില്, അത് പൈസ കൊടുത്ത് മേടിച്ചിരുന്നെങ്കിൽ 4 ആള് കൊടുത്ത സംഭാവനത്തിന്റെ കട്ടിലാണ് എന്റെ യാത്ര പോകുന്നത്. പോയി കിടക്കുന്ന സ്ഥലം പള്ളിപ്പറമ്പ്, ഏതോ മഹാന്മാർ ദാനം ചെയ്ത സ്ഥലത്താണ് ഞാനും നിങ്ങൾ പോയി കിടക്കേണ്ടത്. ഈ ഓർമ്മ മനുഷ്യർക്ക് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അള്ളാന്റെ പേടിയും ഹുബ്ബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാവും. മാഷാ അല്ലാഹ്. അല്ലാഹു തആല കണ്ണീരോട് രക്ഷിക്കട്ടെ. ഞാൻ എപ്പോഴും ഇതാ പറയാ, കാരണം ഇത് സേര് ഞങ്ങൾക്ക് ഏത് സേര് തട്ടാനടോ? ഒരു സേറും ഞങ്ങൾക്ക് തട്ടൂല. ഒരു ഭാഗത്ത് മടൂർ ഷെഡ്, ഒരു ഭാഗത്ത് വടകര മുഹമ്മദ് ആടെ നിന്ന് ഹൂ എന്ന് പറഞ്ഞാൽ ആഴ്ച സേറായിട്ട് അങ്ങനെ തന്നെ പോവും. പക്ഷെ ഈ കണ്ണേര് അധികമായാൽ അത് സേറായി മാറും. അതാണ് ഞങ്ങൾക്കുള്ള പേടി. അതുകൊണ്ട് അല്ലാഹു തആല കണ്ണേറുണ്ട് നമുക്ക് രക്ഷിക്കുമാറാകട്ടെ. ഇന്ന് പേരോട് ഉസ്താദിന്റെ ശിഷ്യനാണ്. എത്ര വിനയത്തോടെയാണ് മഹാൻ സംസാരിച്ചത്. രാത്രി 12 മണി 1 മണി വയസ്സ് വരെയോ കാറിൽ ഇരുന്നാൽ എഴുതാൻ തുടങ്ങും. ഞാൻ പേരോട് ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് ഒന്ന് ഉറങ്ങിക്കൂടെ? ഇല്ല 2-3 മസലകളുണ്ട്, അത് എഴുതി തീർക്കണം. ഈ പാടുപെടുന്ന എന്തിനു വേണ്ടിയിട്ടാ? അവർ സ്വന്തം ജീവിതത്തിന് വേണ്ടിയിട്ടാണോ? ഇന്ന് ഉസ്താദിന് സ്വന്തമായി ജീവിക്കാൻ സുഖം
മാറാമായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ എന്തെന്നാ? കൂടാനുകൂടി കാലിന്റെ മുകളിൽ വന്നിട്ട് പോവില്ലേ? ഈ 74 വയസ്സിലും രാത്രി 2 മണി വരെ യാത്ര ചെയ്ത് രാവിലെ 5:30 പോയി ഹദീസിന്റെ ക്ലാസ് എടുക്കുന്ന മഹാനല്ല ഞങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ടുള്ളത്. അല്ലാഹു തആല അവർ ആയുസ്സ് ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഇതെല്ലാം ശക്തി നിങ്ങളാണ്. ജനങ്ങൾ മനസ്സിലാക്കുക. ആരെങ്കിലും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയാ, ഗീബത്ത് പറയല്ല, വിമർശിക്കല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ കൂടിക്കോളി, ഇല്ല നിങ്ങളെ പണി നിങ്ങൾ ചെയ്തോളി. ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങളെ ദീൻ നിങ്ങളെ കൂടെ, ഞങ്ങളെ ദീൻ ഞങ്ങളെ കൂടെ. കുലുമാലില്ല. ആകെ 60-70 കൊല്ലം ജീവിക്കാനുള്ളതിൽ ഖിദ്മത്ത് ചെയ്ത് അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു നിയത്തോട് പണി ചെയ്യുമ്പോ ഇങ്ങനത്തെ വിജയം ഉണ്ടാവും. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇന്ന് നൂറ്റിക്കണക്കിന് ഹാഫിസന്മാർ, ആയിരക്കണക്കിന് സഖാഫിമാർ. ഇന്ന് സഖാഫി ഇല്ലാത്ത നാടില്ല. ഏത് പള്ളിയിൽ പോയിട്ടെങ്കിലും സഖാഫി ഉണ്ടാവാണ്. ബായിലൊക്കെ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോ ഓരോരോ സഖാഫി എത്ര ആലിമുകള്. എന്റെ ചെറിയ നീർവഴി പള്ളി ഇന്ന് 15 കുട്ടികൾ രാവിലെ 5 മണിക്ക് ആ കുട്ടികൾ എനിക്ക് ചായ ഞാൻ നോക്കി, ഇനി വേണ്ട. ഈ പള്ളിയിലെ കുട്ടികൾക്കെല്ലാം ഭക്ഷണത്തിന്റെ ചെലവ് ഞാൻ തന്നെ ഏറ്റെടുക്കാം. കാരണം ഓരോ മുത്താലിമിന് നിങ്ങൾ സഹായം ചെയ്താൽ നിങ്ങളെ ഖബറില് അതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടും, ആഖിറത്തിൽ കൂലി കിട്ടും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, ഉംറാക്കളായി ഞങ്ങൾ ഉസ്താദിന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും. ഈ നാട്ടിലുള്ള എന്റെ ജമാഅത്താർ എന്നോട് പറയും, നിങ്ങളൊന്ന് പേരോട് ഉസ്താദിനോട് പറയണേ, എന്താ എന്റെ മോൻ കട സ്കൂളിൽ സീറ്റ് പാടായിരുന്നു. ഞാൻ നിങ്ങളെന്നെ നേരിട്ട് പറഞ്ഞൂടെ? ഇല്ല നിങ്ങൾ പറയും. കാരണം സ്കൂളിന്റെ ക്വാളിറ്റി നല്ല ഉണ്ട്. അൽഹംദുലില്ലാഹ്. ഇത് 13,000 കുട്ടികൾ അവിടെ, 23,000 കുട്ടികൾ മർക്കസിൽ, 10-12,000 കുട്ടികൾ മദനിയിൽ, 7-8,000 കുട്ടികൾ സൈദിയയിൽ. അത് നമ്മൾ ചിറ്റാലി അംസ മുസ്ലിം നടത്തുന്ന അവിടെ. ഓരോരോ ജില്ലയിലും തെക്കോട്ട് പോയാൽ തിരുവനന്തപുരത്ത്, കോട്ടയത്ത് ഉസ്താദ് എത്താത്ത നാടില്ല. എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളിലും ഷേഖ് സുൽത്താനുൽ ഉലമ കാന്തപുരം അബൂബക്കർ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനം തോന്നുന്നു. കാരണം 25-30 കൊല്ലം മുമ്പ് നിസ്സാരമായി കണ്ടിരുന്ന ഇന്ന് ലോകം അംഗീകരിച്ചിട്ടുണ്ട്. അത് അള്ളാഹ് അംഗീകരിച്ചാലേ ഈ സ്ഥാനം കിട്ടൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാർ ആയുസ്സ് ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഇന്ന് ഞങ്ങളോട് വിധ പറഞ്ഞു പോയ എല്ലാ സാദാത്യങ്ങളും ഉൽമാക്കള് ദർജകൾ അല്ലാഹു തആല ഏറ്റി കൊടുക്കുമാറാകട്ടെ. ഞങ്ങൾ പോലത്തെ ഉംറാക്കള് സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്ത് ചെയ്യാനുള്ള ശക്തി അല്ലാഹു തആല നമുക്ക് കൊടുക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.